ഒറ്റപ്പെടുത്തലായിരുന്നു, ഭയങ്കര ഒറ്റപ്പെടുത്തൽ. ഒരു വിഭാഗത്തെ മുഴുവൻ ഒറ്റപ്പെടുത്തുക. പക്ഷേ അവസാനത്തെ അവസ്ഥ എന്താ? മോഹൻലാലിന് വരെ ഖേദപ്രകടനം നടത്തേണ്ടി വന്നില്ലേ? മല്ലിക പ്രസാദിന്റെ ഖേദപ്രകടനമാണ് ചിന്തിക്കേണ്ടത്. മല്ലിക സുകുമാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മേജർ രവി ഒന്ന് ആലോചിക്കണം. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് അത് ശരിയാണെന്ന് ആലോചിക്കണം. എല്ലാ കാര്യവും മേജർ രവി മനസ്സിലാക്കണം. എല്ലാ കാര്യവും മോഹൻലാലിനോട് പറഞ്ഞിട്ടാണ് ചെയ്തത്. അതിനർത്ഥം എന്താ? മോഹൻലാലിനെ പരോക്ഷമായി എതിർക്കുക, മേജർ രവിയെ പ്രത്യക്ഷമായി എതിർക്കുക. മല്ലിക സുകുമാരനോട് BJP പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടില് ഒരാളുണ്ടല്ലോ, ആര്? മല്ലിക സുകുമാരന്റെ മരുമോള്. ആ മരുമകള് അർബൻ എക്സൽ. ആ അർബൻ എക്സൽ എഴുതിയ പോസ്റ്റ് ഉണ്ട്. അതിലെന്താ പറഞ്ഞറിയോ? നാട്ടിലെ ജനങ്ങളോട് തരത്തിൽ കളിക്കണ എല്ലാ ഭർത്താവിനോട് വേണ്ടെന്ന്. ആദ്യം ആ അഹങ്കാരിയെ നിലയ്ക്ക് നിർത്താനാണ് അമ്മായിനെ ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. മോഹൻലാൽ എന്ന മഹാനടൻ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ എന്തെങ്കിലും ജനങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അതിന് ഖേദം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ ഇടതുപക്ഷം ബിനോയ് വിശ്വം അയാൾക്ക് വിഷമം, പിണറായി വിജയന് വിഷമം, ശിവൻകുട്ടിക്ക് വിഷമം. നിങ്ങൾ ഈ വിഷമം കാണാണ് ഈ പാവപ്പെട്ടവരായിട്ടുള്ള ആശാവർക്കറുടെ വിഷമം കാണാൻ.